ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ചത് അനാസ്ഥയെ തുടർന്നെന്ന് ആരോപിച്ച ബന്ധുക്കളുടെ പ്രതിഷേധം. വണ്ടാനം സ്വദേശി മനു സൗമ്യ ദമ്പതികളുടെ ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. പ്രസവ സമയത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമേ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് ഇന്നലെ രാത്രിയാണ് മരിച്ചത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേർന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, തെരഞ്ഞെടുപ്പിൻ്റെ ക്ഷീണോ കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ്, പറയൂ. SK തെരഞ്ഞെടുപ്പിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 3 പേരാണ് പ്രസവത്തെ തുടർന്നുള്ള ചികിത്സയിൽ മരിച്ചത്. കഴിഞ്ഞ ദിവസം മരിച്ച 70 വയസ്സുകാരുടെ മരണം വലിയ വിവാദമായിരുന്നു. അന്ന് രാത്രി പ്രതിഷേധമുണ്ടായിരുന്നു. ഇതാ വീണ്ടും ഇന്നലെ രാത്രിയിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയിൽ ബന്ധുക്കൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി പ്രതിഷേധിച്ചു. ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി. പിന്നീട് അമ്പലപ്പുഴ പോലീസ് ഇടപെട്ടു. മെഡിക്കൽ സൂപ്രണ്ട് വന്നാണ് ഈ ചികിത്സാ രേഖകൾ പരിശോധിച്ച് വേണ്ട നടപടികൾ ആവശ്യമെങ്കിൽ കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് ബന്ധുക്കൾ പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ 28-ാം തീയതി, മെയ് മാസം 28-ാം തീയതിയാണ് ആലപ്പുഴ വണ്ടാനം സ്വദേശി മനുവിൻ്റെ ഭാര്യ സൗമ്യ പ്രസവത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. പിന്നീട് ഡെലിവറി ഡേറ്റ് ഈ മാസം 17-ാം തീയതിയായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ അതിന് മുൻപ് തന്നെ ഈ ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയം തന്നെ സൗമ്യയ്ക്ക് വയറുവേദന അനുഭവപ്പെട്ടു. പക്ഷേ അത് ആഹാരത്തിൻ്റെ പ്രശ്നമാണ്. വയറുവേദന ഉണ്ടാകുന്നതിന് കാരണം അത്തരത്തിലുള്ള കാര്യമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഒപ്പം തന്നെ സീനിയർ ഡോക്ടർമാർ എത്തിയില്ല. മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു, PG വിദ്യാർത്ഥികളായിരുന്നു എത്തിയത്. പിന്നീട് 29-ാം തീയതി പുലർച്ചെ 5:30 തന്നെ ലേബർ റൂമിലല്ല, സാധാരണ പ്രസവ വാർഡിൽ വെച്ച് തന്നെ സൗമ്യ പ്രസവിച്ചു. പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില വഷളായി. കുട്ടിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയെ ഡയാലിസിസ് ചെയ്തു. ഒപ്പം തന്നെ ഇത്രയും ദിവസമായിട്ടും ഇന്നലെ രാത്രി വരെയും ഈ കുഞ്ഞിനെ ഈ ബന്ധുക്കളെ കാണിച്ചില്ല. മുലയൂട്ടാൻ പോലും അനുവദിച്ചില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ ആരോഗ്യസ്ഥിതി വഷളായി. ഇന്നലെ രാത്രി 12 മണിയോടെ കുഞ്ഞ് മരിച്ചു എന്നുള്ള വിവരം മാത്രമാണ് ഈ ബന്ധുക്കളോട് പറഞ്ഞത്. ഈ ചാർജ് ഷീറ്റിലെ ഡോക്ടറുടെ പേര് ഡോക്ടർ അനസൂയയാണ്. അനസൂയ തന്നെയായിരുന്നു കഴിഞ്ഞ ഇതിനു മുമ്പുള്ള മറ്റ് അനാസ്ഥകളിലൊക്കെ തന്നെ ആരോപണ വിധേയമായിട്ടുള്ള ഡോക്ടർ. ഈ കേസിലും ഡോക്ടർ അനസൂയ തന്നെയാണ്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഡോക്ടർമാരുടെ ഒരു വിശദീകരണം വന്നിട്ടില്ല. മെഡിക്കൽ സൂപ്രണ്ട് അറിയിക്കുന്നത് ചികിത്സാ രേഖകളൊക്കെ തന്നെ പരിശോധിച്ച് എവിടെയാണ് വീഴ്ചകൾ ഉണ്ടായത്, ഡോക്ടർമാർ പരിചരണം നടത്തിയിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കും. PG ഡോക്ടർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒപ്പം തന്നെ ഈ പ്രസവിച്ചത് ഈ സാധാരണ വാർഡിലാണ്. എപ്പോഴെങ്കിലും പ്രസവ വേദന അതിനു മുൻപേ ഉണ്ടായാൽ തന്നെ ലേബർ റൂമിലേക്ക് അടക്കം മാറ്റേണ്ടതാണ്. ഏത് സാഹചര്യത്തിലാണ് സാധാരണ വാർഡിൽ വെച്ച് തന്നെ സൗമ്യയ്ക്ക് പ്രസവിക്കേണ്ടി വന്നത് അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ 70 വയസ്സുകാരുടെ മരണത്തിൽ നിലവിൽ മെഡിക്കൽ വിഭാഗത്തിൻ്റെ മെഡിക്കൽ വകുപ്പിൻ്റെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജിൽ വിവാദ വിഷയമാകുന്ന മരണങ്ങൾ പിന്നെയും ഉണ്ടാകുന്നത്. SK. ഓക്കെ, താങ്ക് യു മനീഷ് മഹിബാൽ.